നമുക്ക് നല്ലൊരു ചെറുപയർ അരി പായസം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 1/2 കിലോ പരിപ്പും 1/2 കിലോ മട്ട റൈസും എടുക്കുക. പരിപ്പ് നന്നായിട്ട് ചൂടാക്കുക, നന്നായിട്ട് ചൂടാക്കി എടുക്കുക. റൈസ് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇടുക. അത് കഴിഞ്ഞേച്ച് 2 തേങ്ങയുടെ പാലെടുക്കുക. 1-ാം പാല് മാറ്റി വെച്ചേച്ച് 2-ാം പാലും 3-ാം പാലും എടുക്കുക. ഈ പരിപ്പും അരിയും കൂടി സെപ്പറേറ്റ് ഇട്ട് വേവിക്കണം. അതിലേക്ക് 3-ാം പാലും 2-ാം പാലും ഒഴിച്ച് അത് സെപ്പറേറ്റ് ഉപ്പൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് വേവിക്കാൻ വെക്കുക. അത് കഴിഞ്ഞേച്ച് 1 കിലോ ശർക്കര എടുത്ത് മെൽറ്റാകാൻ വെക്കുക. ഈ ശർക്കര മെൽറ്റായതിനു ശേഷം വേറൊരു നല്ലൊരു ചട്ടിയിലേക്ക് അരിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ചുക്ക്, ഏലക്ക, ജീരകം ഇതെല്ലാം അങ്ങനെ പൊടിച്ച പൊടി അതിലേക്ക് ഇടുക. പിന്നീട് വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പും അരിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഇതിലേക്ക് പിന്നീട് ഒരു പാൻ വെച്ച് നെയ്യ് ഇട്ടിട്ട് തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും കൂടെ സെപ്പറേറ്റ് വറുത്ത് കോരി ഈ വറുത്ത് കോരിയ ഇത് നമ്മൾ ഈ പായസക്കൂട്ടിലേക്ക് ഇടുക. അത് കഴിഞ്ഞ് അതൊന്ന് ഇളക്കി കൊടുത്ത് 1-ാം പാലും കൂടി ഒഴിച്ച് ആവി വരുമ്പോഴത്തേനും അത് തീ ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ നല്ല ചെറുപയർ പരിപ്പ് അരിപ്പായസം റെഡി.